40,000 ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുന്നു. നമ്മൾ മാനേജ്മെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആർക്കും എതിരെയല്ല നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം വേതനം അത് നമുക്ക് നൽകുക, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ആസ്ട്ര ഗ്രൂപ്പിന് ആർക്കും എതിരെയല്ല സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഞങ്ങളുടെ പിറന്ന നാട്ടിൽ തന്നെ നല്ല ഒരു ജീവിത സാഹചര്യത്തിൽ സാമ്പത്തിക ഭദ്രതയോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയണം. ആ ഒരു ആവശ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഈ 7 വർഷത്തോളം ഞങ്ങളുടെ മിനിമം വേതനം കൂട്ടിയിട്ട് തന്നെ. അപ്പം ആ ഒരു ഇടയിൽ ഇതിലിവിടെ റേസ് ചെയ്യാത്ത ഒരു മേഖലയും ഇല്ലാന്ന് തോന്നുന്നു. പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്, സ്വർണ്ണത്തിൻ്റെ വില ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് രീതിയിൽ ചിന്തിച്ചാലും എല്ലാവരും വിലക്കയറ്റമാണ് എല്ലായിടത്തും. പച്ചക്കറികളാണെങ്കിലും നിത്യോപയോഗ സാധനങ്ങൾ എല്ലാത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട്. എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പം 3 പേരുടെ പഠിത്തം, വീട്ടിലെ ചിലവുകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട് നമുക്ക്. അപ്പം നമുക്ക് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഈ ഒരു വേതനം നമുക്ക് തരുന്നതിൽ മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഞങ്ങൾ നഴ്സിംഗ് സമൂഹം രോഗികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുകൊണ്ട് അവർ സേഫായിരിക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇത്രയും ദിവസം എല്ലാത്തിനും ടൈം കൊടുത്തു. നമ്മൾ സമരത്തിന് പോവാണ് എന്ന് ഒരുപാട് തവണ നമ്മൾ ഇൻഫർമേഷൻസ് എല്ലായിടത്തും പാസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കതിൽ താല്പര്യമില്ല, സമരം ചെയ്യാൻ ആക്ച്വലി ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ സാഹചര്യം നമ്മളെ നിർബന്ധിതരാക്കുകയാണ് സമരം ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിഗതിയിലേക്ക്. അല്ലാണ്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഈ ഒരു സമരം ക്രിയേറ്റ് ചെയ്തതോ അല്ല. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്തു ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 7 വർഷമായിട്ടും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്ന അല്ലാണ്ട്